ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും നമസ്കാരം. ഞാൻ സോണിച്ചനാണ്. സോണിച്ചൻ നാൽപ്പതാംകുളമാണ്. ഞാനിപ്പോൾ കോട്ടയത്താണ് കേട്ടോ. കോട്ടയം KSRTC ബസ് സ്റ്റാൻഡിന്റെ അവിടെയാണ്. സ്റ്റാൻഡിനകത്താണ് കേട്ടോ. ഇവിടെ നല്ല മഴയൊക്കെയാണ്, കണ്ടില്ലേ? നല്ല മഴയും കാര്യങ്ങളും ഒക്കെ പെയ്യുന്നുണ്ട്. അപ്പോൾ ഞാൻ വന്നത് എനിക്കൊരു മീറ്റിങ്ങും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. നമ്മുടെ ചാനലുമായി ബന്ധപ്പെട്ട ഒരു മീറ്റിങ്ങും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ അതിനു വേണ്ടിയിട്ട് ഞാൻ വന്നതാണ്. അപ്പോൾ എല്ലാവർക്കും നമ്മളുടെ ലൈവിലേക്ക് ഹാർദവമായ സ്വാഗതം. അപ്പോൾ ഞാനിപ്പോൾ നിൽക്കുന്നത്, ഞാൻ പറഞ്ഞല്ലോ, കോട്ടയം KSRTC ബസ് സ്റ്റാൻഡിലാണ് കേട്ടോ. സ്റ്റാൻഡിലാണ്. ഞാൻ ഒരു മീറ്റിങ്ങിന് വന്നതാണ്. അപ്പോൾ അതിനു വേണ്ടിയിട്ട് ഇപ്പം നമ്മൾ ഒരാളെ വെയിറ്റ് ചെയ്യാണ്. അപ്പോൾ നമ്മുടെ ചാനലൊക്കെ ആയിട്ട് ബന്ധപ്പെട്ട ഒരു കാര്യത്തിന് വേണ്ടിയിട്ടൊക്കെയാണ് ഞാൻ വന്നത്. പിന്നെ ഇവിടെ നല്ല മഴയും കാര്യങ്ങളൊക്കെ നടക്കുകയാണ്. അപ്പോൾ നമ്മുടെ ലൈവ് കാണുന്ന എല്ലാവരും തന്നെ നമ്മുടെ ലൈവ് ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക കേട്ടോ. ഫേസ്ബുക്കിലേക്കും ഒക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക, ഫ്രണ്ട്സിനൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. നമ്മളെയൊക്കെ ഒന്ന് സപ്പോർട്ട് ചെയ്യാനും കൂടെ ഒക്കെ ഒന്ന് പറയുക കേട്ടോ. അപ്പം ഞാനിവിടെ നിൽക്കുന്നതെങ്കിലും നല്ല മഴയുണ്ട്. ബസ്സുകളൊക്കെ ചീറിപ്പാഞ്ഞാണ് വരുന്നത്. കാരണം KSRTC അല്ലേ, നമ്മൾ നോക്കി നിൽക്കണം. കാരണം എപ്പോഴാണ് എങ്ങനെയൊക്കെയാണ് തിരിച്ചോണ്ട് വരുന്നതെന്നും പറയാൻ പറ്റില്ല. അപ്പോൾ സ്റ്റാൻഡിലാണ്. അപ്പോൾ അത് നമ്മൾ ശ്രദ്ധിച്ച് നിൽക്കണം. കാരണം നമ്മുടെ കുറ്റമാണ് നോക്കിയില്ലെങ്കിൽ. കാരണം ഞാനിപ്പോൾ ഒരു സൈഡ് കണ്ടാണ് നിൽക്കുന്നത്. പിന്നെ നല്ല മഴയും കാര്യങ്ങളൊക്കെയാണ്. അപ്പം സ്റ്റാൻഡിനകം നിറഞ്ഞു നിൽക്കുന്നതുകൊണ്ടാണ് ഞാൻ പുറത്തേക്ക് ഒന്ന് മാറി നിൽക്കുന്നത്. പിന്നെ എല്ലാവരും വളരെ സുഖമായിരിക്കുന്നെന്ന് വിശ്വസിക്കുന്നു. എല്ലാവർക്കും ഒരു നല്ല സായാഹ്നം ആശംസിക്കുകയാണ്. നല്ലൊരു രാത്രി ആശംസിക്കുകയാണ്. പിന്നെ എല്ലാവർക്കും ജീവിതത്തിൽ നല്ല ഐശ്വര്യവും സമാധാനവും സന്തോഷവും ഒക്കെ ഉണ്ടാകട്ടെ. കാരണം നമ്മുടെയൊക്കെ ജീവിതത്തിൽ സന്തോഷവും സമാധാനവും ഒക്കെ കിട്ടിക്കഴിയുമ്പോൾ നമ്മളുടെ ജീവിതം വളരെ ഹാപ്പിയാവും അല്ലേ. ഇവിടെ നല്ല മഴയായിരുന്നു കേട്ടോ. ഞാൻ പറഞ്ഞില്ലേ, ഞാൻ കുട്ടനാട്ടിൽ നിന്ന് ഇങ്ങോട്ട് വന്നപ്പോൾ, എൻ്റെ വീടിൻ്റെ അവിടുന്ന് ഞാൻ ഇങ്ങോട്ട് വന്നപ്പോൾ അവിടെ മുതൽ തുടങ്ങിയ മഴയാണ്. ചങ്ങനാശ്ശേരി നല്ല മഴ, വെളിയനാട്, എൻ്റെ നാട്ടിലെ വെളിയനാട് നല്ല മഴ, കുട്ടനാടൊക്കെ നല്ല മഴയാണ്. അതുപോലെ തന്നെ ഈ പറഞ്ഞ കണക്ക് കോട്ടയത്ത് എത്തിയപ്പം കോട്ടയത്തും നല്ല മഴ. അപ്പോൾ എല്ലായിടത്തും തന്നെ മഴയുണ്ടെന്ന് എനിക്ക് തോന്നുന്നു. കാരണം ഇന്നലെയൊക്കെ ആണെങ്കിലും നല്ലൊരു മഴയുടെ അന്തരീക്ഷം ഉണ്ടായിരുന്നു. അത് കഴിഞ്ഞൊക്കെ ഒന്ന് തെളിഞ്ഞു വന്നതാണ്. വീണ്ടും ഇന്ന് വൈകുന്നേരമായപ്പം രാവിലെയൊക്കെ നല്ല തെളിവായിരുന്നു. പക്ഷെ ഇപ്പം നല്ല മഴയൊക്കെയാണ് കേട്ടോ. അപ്പോൾ അങ്ങനെ നിൽക്കുന്നു. പിന്നെ എന്തൊക്കെയുണ്ട്, എല്ലാവരും വളരെ ഹാപ്പിയല്ലേ? അപ്പോൾ എനിക്ക് ഇപ്പോൾ കുറേ പേര് നോമ്പൊക്കെ നോക്കുന്ന കുറേ നമ്മുടെ സഹോദരങ്ങളൊക്കെ ഉണ്ട്. അവരോടൊക്കെ എനിക്ക് വലിയ സന്തോഷമൊക്കെ തോന്നുന്നു. കാരണം ഞാൻ മലപ്പുറത്തായിരുന്ന സമയമാണ് ഇപ്പോൾ ഓർമ്മ വരുന്നത് കേട്ടോ. കാരണം ഞാൻ മലപ്പുറത്തായിരുന്ന സമയത്ത് ഞാൻ ഈ നോമ്പ്, മുസ്ലിം സഹോദരന്മാരുടെ നോമ്പ് ഞാനിപ്പോൾ അനുസ്മരിക്കുകയാണ്. കാരണം ഞാൻ ആ നോമ്പ്, അവരുടെ നോമ്പ് കഴിയുമ്പോൾ വൈകുന്നേരം ആകുമ്പോൾ നോമ്പ് തുറയെന്ന് പറഞ്ഞൊരു സംഭവമുണ്ട്. അത് ഞാൻ ക്രിസ്ത്യൻ ആയതുകൊണ്ട് എനിക്കതൊക്കെ ഒരു വലിയ അനുഭവമായിരുന്നു. കാരണം എന്താ വെച്ചാൽ, നമ്മൾ അവിടെ ചെന്നിട്ട് അവർ നമ്മളെ സ്നേഹത്തോടെ വിളിക്കും. എൻ്റെ സുഹൃത്തുക്കളൊക്കെ വിളിക്കും, അതുപോലെ ആ നാട്ടുകാരൊക്കെ വിളിക്കും. വാ നമ്മളുടെ കൂടെ നോമ്പ് തുറ കഴിക്കാൻ വരൂ എന്നൊക്കെ പറഞ്ഞ് വിളിക്കും. നല്ല ആൾക്കാർ എല്ലായിടത്തും ഉണ്ടല്ലോ. അപ്പോൾ അങ്ങനെ എന്നെ വിളിച്ചിട്ട് ഞാൻ അവിടെ പോയിട്ട് അവരുടെ കൂടെ നോമ്പ് തുറന്നൊക്കെ ആ ഒരു സ്നേഹവും സൗഹാർദ്ദവും ഒക്കെയാണ് ഇപ്പോൾ ഓർക്കുന്നത്. അപ്പോൾ മലപ്പുറത്തൊക്കെ എനിക്ക് ഒരുപാട് നല്ല നല്ല ഓർമ്മകളും കാര്യങ്ങളും ഒക്കെ ഉണ്ട്. ഒരുപാട് പേര് ലൈവിലേക്ക് വന്നിട്ടുണ്ട്. ഒരുപാട് പേരുടെ മെസ്സേജ് കാണുന്നുണ്ട് കേട്ടോ. എല്ലാവർക്കും ഒരുപാട് താങ്ക്സ്, നന്ദി എന്ന് മാത്രമേ എനിക്ക് പറയാനുള്ളൂ കേട്ടോ. കാരണം എന്നെ സപ്പോർട്ട് ചെയ്യുകയും ഒക്കെ ചെയ്യുന്നതിന് ഒരുപാട് നന്ദിയും കടപ്പാടും സ്നേഹവും ഒക്കെ ഉണ്ട് കേട്ടോ നിങ്ങൾ ഓരോരുത്തരോടും. തുടർന്നും നമ്മളെ സപ്പോർട്ട് ചെയ്യുക, എന്നെ സപ്പോർട്ട് ചെയ്യുക, വീഡിയോ ഒക്കെ കാണുക, അതുപോലെ ലൈക്ക് ചെയ്യാൻ മറക്കരുത്, കമന്റ് ചെയ്യാൻ മറക്കരുത്, ഷെയർ ചെയ്യാൻ മറക്കരുത്. പിന്നെ എൻ്റെ ഫേസ്ബുക്ക് ID ഇതറിയാലോ, ഫേസ്ബുക്കും അതുപോലെ ഇൻസ്റ്റാഗ്രാമും ഒന്ന് ഫോളോ ചെയ്യുക കേട്ടോ. എൻ്റെ ഫേസ്ബുക്കും ഇൻസ്റ്റാഗ്രാമും ഒന്ന് ഫോളോ ചെയ്യുക. രണ്ടിലും അതിൻ്റെ പേര് സോണിച്ചൻ ആന്റണി എന്നാണ് കേട്ടോ. സോണിച്ചൻ ആന്റണി എന്നാണ് ഫേസ്ബുക്കിലും ഇൻസ്റ്റാഗ്രാമിലും ഉള്ളത്. അപ്പോൾ അതൊന്ന് ഫോളോ ചെയ്യാനായിട്ട് മറക്കരുത്. പിന്നെ എല്ലാ വീഡിയോയും ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക കേട്ടോ. ഫേസ്ബുക്കിലേക്കും കൂട്ടുകാർക്കും ഒക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക കേട്ടോ. ഞാനിപ്പോൾ മഴയൊക്കെ ആയതുകൊണ്ടാണ് ഞാൻ ഒന്ന് പുറത്തേക്ക് മാറി നിൽക്കുന്നതാണ് കേട്ടോ. കാരണം എന്താ വെച്ചാൽ അവിടെ സ്റ്റാൻഡിനകത്തൊക്കെ നിറഞ്ഞു കവിഞ്ഞ് ഇതിനു മാത്രം ആൾക്കാരുണ്ടോ ട്രാവൽ ചെയ്യാൻ? എൻ്റെ പൊന്നെ, ഒരുപാട് ആൾക്കാരൊക്കെ ഉണ്ട്. കഷ്ടപ്പെട്ട് ഈ മഴയത്തൊക്കെ എന്തേരെ ട്രാവൽ ചെയ്ത് ബുദ്ധിമുട്ടിയൊക്കെ യാത്ര ചെയ്യുന്ന ഒരുപാടുണ്ട്. കൈക്കുഞ്ഞുങ്ങളുമായിട്ട് നടക്കുന്ന ഒരുപാട് അമ്മമാരുണ്ട്, സഹോദരിമാരുണ്ട്. അതുപോലെ തന്നെ സ്ത്രീകൾ ഒരുപാട് യാത്ര ചെയ്യുന്നുണ്ട്. അതുപോലെ ഫാമിലിയൊക്കെ ഒരുപാട് യാത്ര ചെയ്യുന്നു. അവരുടെയൊക്കെ കഷ്ടപ്പാടൊക്കെ ഞാൻ ഓർക്കുകയാണ്. കൈക്കുഞ്ഞുങ്ങളൊക്കെ ആയിട്ടൊക്കെ യാത്ര ചെയ്യുമ്പോഴേ
ഒരുപാട് ത്യാഗങ്ങളൊക്കെ സഹിച്ചുകൊണ്ട് അവർ ഒരുപാട് എത്ര നേരമായിട്ടൊക്കെ നിൽക്കുന്നൊക്കെ ഉണ്ട്, കാണുന്നുണ്ട്. പിന്നെ നമ്മുടെ KSRTCയിലെ യാത്രയെന്ന് പറയുന്നത് എന്നെ സംബന്ധിച്ച് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. കാരണം കംഫർട്ടബിൾ ആണ്. KSRTC യാത്ര ചെയ്യാന്ന് പറഞ്ഞാൽ ഞാൻ എവിടെ ലോങ് പോയാലും നമ്മുടെ യാത്ര, നമ്മുടെ പഴയ ആനവണ്ടി അതിലായിരിക്കും യാത്ര. അതൊരു വല്ലാത്ത സംഭവമാണ്. പിന്നെ ഇപ്പം ഞാനത് പറഞ്ഞു വന്നതെന്നു വെച്ചാൽ ഇപ്പം ക്രിസ്ത്യൻ സഹോദരങ്ങളെ സംബന്ധിച്ചും മുസ്ലിം സഹോദരങ്ങളെ സംബന്ധിച്ചും നോമ്പ് ആണ്. അപ്പം നോമ്പിന്റെ പ്രാധാന്യം വളരെ വലുതാണ്. നമുക്കറിയാം നമ്മളുടെ ജീവിതത്തിലെ തെറ്റുകുറ്റങ്ങളും കുറവുകളും ഒക്കെ നമുക്ക് പരിഹരിക്കാൻ പറ്റുന്ന, അതായത് പ്രായശ്ചിത്തം ചെയ്യാൻ പറ്റുന്ന ഒരു അവസരം കൂടിയാണ് നോമ്പിനെ ഈ പറഞ്ഞ രണ്ട് മതങ്ങളും കാണുന്നത്. എല്ലാ മതങ്ങളും അത് തന്നെ പഠിപ്പിക്കുന്നത്. ഹിന്ദു സഹോദരന്മാർ നോമ്പെടുക്കുന്നതൊക്കെ അങ്ങനെ തന്നെ അല്ല. ഞാൻ പറഞ്ഞതെന്ന് വെച്ചാൽ ഇപ്പം രണ്ട് ക്രിസ്ത്യൻ സഹോദരന്മാരുടെയും ഹിന്ദു സഹോദരന്മാരുടെയൊക്കെ സഹോദരങ്ങളുടെയൊക്കെ ഈ പറഞ്ഞ നോമ്പ് നടന്നുകൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ മുസ്ലിം സഹോദരന്മാരുടെയൊക്കെ നോമ്പെന്ന് പറഞ്ഞാൽ നമുക്കറിയാം, പച്ചവെള്ളം പോലും രാവിലെ മുതൽ, അതായത് വെളുപ്പിനെ വാങ്ക് വിളിച്ചു കഴിഞ്ഞാൽ പിന്നെ വൈകുന്നേരത്തെ രാത്രിയിലെ 6 മണിക്ക് 6:15 വാങ്ക് വിളി കഴിയുന്നിടം വരെ അവർക്ക് 6:30 വൈകിട്ട് 6:30 ടൈമിൽ വാങ്ക് വിളിക്കുന്നത് വരെ അവർക്ക് പച്ചവെള്ളം പോലും ഉമിനീര് പോലും ഇറക്കാൻ പറ്റില്ല. അത്രയ്ക്ക് കഠിനമായ നോമ്പും കാര്യങ്ങളൊക്കെയാണ്. അത് കഴിയുമ്പോൾ പിന്നീട് അവർ ഫുഡും കാര്യങ്ങളൊക്കെ കഴിക്കും. വൈകുന്നേരങ്ങളിലൊക്കെ വളരെ സൗഹാർദ്ദമായിട്ട് എല്ലാവരും കൂടി വട്ടം കൂടിയിരുന്ന് സംസാരിക്കുകയും വീട്ടിലെല്ലാവരും കൂടെ ഒക്കെ അതുപോലെ പുറത്തേക്കൊക്കെ ഒന്ന് പോവുകയും അങ്ങനെയൊക്കെ ഒരു സന്തോഷമാണ്. മലപ്പുറത്തായിരുന്ന സമയത്തൊക്കെ ഞാനും അത് ആസ്വദിച്ചിട്ടുണ്ട്. അതുകൊണ്ടാണ് അപ്പം മലപ്പുറം സഹോദരങ്ങളുടെ സ്നേഹമൊക്കെ എനിക്ക് ഒരു 12 വർഷമൊക്കെ അവിടെ ആസ്വദിക്കാനും ഒക്കെ സാധിച്ചു. അവരുടെ കൂടെ ഒരുപാട് നോമ്പ് തുറക്കാനൊക്കെ എനിക്കുള്ള അവസരം ഉണ്ടായിട്ടുണ്ട്. അവരോടൊക്കെ എനിക്ക് ഒരുപാട് നന്ദിയും സ്നേഹവും ഒക്കെ ഉണ്ട്. അതുപോലെ എന്നെ ഒരുപാട് അവർ ഇഷ്ടപ്പെട്ടിരുന്നു. അതുപോലെ അവിടെയുള്ള ആൾക്കാരെയും ഞാൻ ഒരുപാട് ഇഷ്ടപ്പെട്ടിരുന്നു. എൻ്റെ കടയിലൊക്കെ ഒരുപാട് നല്ല നല്ല ആൾക്കാർ വന്ന് ഫുഡ് കഴിക്കുകയൊക്കെ ചെയ്തിട്ടുണ്ട്. മൂലിയാരന്മാരുടെയൊക്കെ പള്ളിക്കലിൽ നിന്നൊക്കെ വന്ന് എനിക്ക് ഒരുപാട് സപ്പോർട്ട് തന്നിട്ടുണ്ട്. അങ്ങനെയൊക്കെ വലിയ സപ്പോർട്ടും കാര്യങ്ങളൊക്കെ തന്നിട്ടുണ്ട്. അപ്പോൾ അവരോടൊക്കെ ഈ സമയത്ത് നന്ദിയും കടപ്പാടും ഒക്കെ ഉണ്ട്. പിന്നെ വേറെ എന്താണ് വിശേഷം? പിന്നെ ഈ പറഞ്ഞതൊക്കെ ഇപ്പോൾ മഴ നിങ്ങളുടെയൊക്കെ നാട്ടിൽ മഴയുണ്ടോ? ഇത് കോട്ടയത്തൊക്കെ മഴ ഇപ്പോൾ ഒന്ന് കുറഞ്ഞിട്ടുണ്ട് കേട്ടോ, ചെറുതായിട്ടൊക്കെ കുറഞ്ഞിട്ടുണ്ട്. ഇത് കേട്ടോ, ഞാൻ KSRTCയിലാണ് നിൽക്കുന്നത് കേട്ടോ, കാണാമല്ലോ, സ്റ്റാൻഡിലാണ് കേട്ടോ. അപ്പോൾ ഇവിടെയൊക്കെ വണ്ടിയൊക്കെ വന്ന് ലോങ് വണ്ടിയൊക്കെ വന്ന് പാർക്ക് ചെയ്യാൻ കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ ഞാനിപ്പം നമ്മുടെ ഒരു സുഹൃത്തിനെ വെയിറ്റ് ചെയ്ത് നിൽക്കുകയാണ്. നമ്മുടെ ബെസ്റ്റ് ഫ്രണ്ടാണ്. അപ്പോൾ പുള്ളിയെ വെയിറ്റ് ചെയ്ത് നിൽക്കുകയാണ്. കാരണം ഒരു മീറ്റിങ്ങും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ അത് കഴിഞ്ഞിട്ട് ഞാൻ തിരിച്ചു ഉടനെ പോകും. കാരണം എന്താ വെച്ചാൽ മഴയും കാര്യങ്ങളൊക്കെയാണ്. വീട്ടിൽ പിന്നെ അച്ഛനും അമ്മച്ചിയും തനിച്ചാണ്. അപ്പം ഞാൻ ഒരു അത്യാവശ്യം ഈ പറഞ്ഞ കണക്ക് കാര്യത്തിന് വേണ്ടി വന്നതാണ്. അപ്പോൾ അത് കഴിഞ്ഞ ഉടനെ ഞാൻ തിരിച്ചു പോകും. പിന്നെ വേറെ എന്തൊക്കെയുണ്ട് വിശേഷങ്ങളും കാര്യങ്ങളൊക്കെ? നിങ്ങളെല്ലാവരും വളരെ ഹാപ്പിയല്ലേ? എല്ലാവരും ഹാപ്പി ആയിരിക്കാനാണ് ഞാനും ആഗ്രഹിക്കുന്നത്. കാരണം എന്നെ ഇഷ്ടപ്പെടുന്ന ആൾക്കാരെല്ലാം വളരെ സന്തോഷവും ഒക്കെ ഉണ്ടാകണമെന്ന് ആഗ്രഹിക്കുന്ന ഒരു വ്യക്തിയാണ്. പിന്നെ അപ്പോൾ ഞാൻ പറഞ്ഞതെന്ന് വെച്ചാൽ ഇപ്പം ഞങ്ങൾക്ക് ക്രിസ്ത്യൻ സഹോദരങ്ങളെ സംബന്ധിച്ച് 50 നോമ്പാണ്. ക്രിസ്ത്യൻ സഹോദരങ്ങളെ സംബന്ധിച്ച് 50 നോമ്പാണ്. 50 ദിവസവും അവരെ ഇറച്ചി, മീന്, മുട്ട, പാല് അങ്ങനെയുള്ള സംഭവങ്ങളൊക്കെ ഒഴിവാക്കിയിട്ട് അവർ കുറച്ച് ത്യാഗമൊക്കെ എടുക്കും. പിന്നെ നമ്മൾക്ക് ഏതാണ് നമുക്ക് കൂടുതൽ ജീവിതത്തിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ്? ചിലപ്പോൾ ചില സാധനങ്ങൾ കഴിക്കുന്നതായിരിക്കാം, ചിലപ്പോൾ ചില സ്ഥലങ്ങൾ പോയി കാണാൻ പോകുന്നതൊക്കെ ആയിരിക്കും. അപ്പോൾ അങ്ങനെ അത് ഈ പറഞ്ഞ കണക്ക് അതൊക്കെ ഒന്ന് പരമാവധി ഒന്ന് ഒഴിച്ച് ആ സന്തോഷങ്ങളൊക്കെ മാറ്റി വെച്ചിട്ട് ജീവിതത്തിൽ ദൈവത്തിൽ കൂടുതൽ പ്രാധാന്യം അർപ്പിക്കുക, ദൈവത്തിൽ കൂടുതൽ ജീവിതം അർപ്പിക്കുക എന്നുള്ളതാണ് ഈ നോമ്പ് കൊണ്ട് നമ്മൾ അർത്ഥമാക്കുന്നത്. എങ്കിലേ നമുക്ക് ആ നോമ്പിന് ഫലം ഉണ്ടാവുകയുള്ളൂ. അതുപോലെ തന്നെയാണ് മുസ്ലിം സഹോദരങ്ങളും ഒക്കെ അത് തന്നെ ജീവിതത്തിൽ ഈ പറഞ്ഞ കുറേ ത്യാഗങ്ങളൊക്കെ എടുത്തുകൊണ്ടാണ് നോമ്പ് ആചരിക്കുന്നത്. അത് ക്രിസ്ത്യൻ സഹോദരങ്ങളും ഹിന്ദു സഹോദരങ്ങളുടെ നോമ്പാണേലും അങ്ങനെയൊക്കെ തന്നെ. അതായത് ശബരിമലയ്ക്ക് പോകുന്നതിന് മുമ്പ് അവർ വ്രതമൊക്കെ എടുത്തിട്ടാണ് അവർ നോമ്പും കാര്യങ്ങളൊക്കെ നടത്തുന്നത്. അപ്പോൾ ഈ പറഞ്ഞ കണക്ക് എല്ലാ മതങ്ങളും നല്ലത് തന്നെയാണ് പഠിപ്പിക്കുന്നത്. പിന്നെ ഇതിനിടയ്ക്ക് ചില മനുഷ്യർ അതിൻ്റെ അകത്ത് കുത്തിത്തിരിപ്പും കാര്യങ്ങളും ഒക്കെ ഉണ്ടാക്കി വഴക്കും കാര്യങ്ങളൊക്കെ ഉണ്ടാക്കുന്നു. ശരിക്കും എല്ലാ മതങ്ങളും ക്രിസ്തു മതമായിക്കോട്ടെ, ഹിന്ദു മതമായിക്കോട്ടെ, മുസ്ലിം മതമായിക്കോട്ടെ, എല്ലാം നല്ലതേ പഠിപ്പിക്കുന്നുള്ളൂ. മനുഷ്യർ നല്ലതായിട്ട് ജീവിക്കണം എന്നേ ആഗ്രഹിക്കുന്നുള്ളൂ. അപ്പോൾ ഈ നോമ്പും പ്രാർത്ഥനയും ഉപവാസവും ഒക്കെ അതാണ് അർത്ഥമാക്കുന്നത്. അതായത് നന്മയിലേക്ക് വളരുക എന്നുള്ളതാണ്. അപ്പം നമുക്ക് ഇത് കാണുന്ന ഇപ്പം ഞാനൊക്കെ ചിന്തിക്കുന്ന അതാണ്. അതായത് നമ്മുടെ ചുറ്റുവട്ടത്ത് ഒരുപാട് സഹോദരങ്ങളുണ്ടാവും അല്ലേ? അതായത് നമ്മളുടെ ചുറ്റുവട്ടത്തൊക്കെ ഒരുപാട് സഹോദരങ്ങളൊക്കെ ഉണ്ടാവും അല്ലേ? അതായത് കൂട്ടുകാർ, നമുക്ക് ഒരുപാട് കൂട്ടുകാരില്ലേ?
അതായത് ക്രിസ്ത്യൻ സമൂഹത്തിലെ കൂട്ടുകാരുണ്ട്, ഹിന്ദു സമൂഹത്തിലെ കൂട്ടുകാരുണ്ട്, അതുപോലെ മുസ്ലിം സമൂഹത്തിലെ കൂട്ടുകാരുണ്ട്. അപ്പോൾ അവരെയൊക്കെ ഞാനങ്ങനെ അവരുമായിട്ട് എല്ലാവരുമായിട്ടും വളരെ സൗഹൃദവും സമാധാനവും ഒക്കെ ആയിട്ട് പോവുക. എനിക്ക് എല്ലാ മതത്തിലുള്ള ഫ്രണ്ട്സും ഉണ്ട്. അപ്പം ഞാൻ ഇന്നുവരെ ആരോടും ഒരു വേർതിരിവ് കാണിച്ചിട്ടില്ല. എല്ലാവരെയും സ്നേഹിച്ചിട്ടും അതുപോലെ സപ്പോർട്ട് ചെയ്തുമാണ് ജീവിച്ചിരിക്കുന്നത്. പിന്നെ അതുകൊണ്ട് തിരിച്ച് എനിക്ക് എല്ലാവരുടെയും നല്ല സപ്പോർട്ടും ഒക്കെയാണ് എല്ലാ അവസരത്തിലും കിട്ടിയിട്ടുള്ളത്. പിന്നെന്താണ്, അപ്പോൾ ഞങ്ങൾക്കൊക്കെ എന്ന് പറഞ്ഞാൽ ക്രിസ്ത്യൻ ഞങ്ങളെ സംബന്ധിച്ച് ഇപ്പോൾ ഒരു 50 നോമ്പാണ്. 50 ദിവസവും നമ്മൾ നമുക്ക് എന്താണ് കൂടുതൽ ആഗ്രഹമുള്ളത് ആ കാര്യങ്ങൾ വർജിക്കുക എന്നുള്ളതാണ്. അതായത് ഒരു ത്യാഗത്തിന്റെ ഭാഗമായിട്ട്. ഇപ്പോൾ ചിലർക്ക് മദ്യപാനമാണെങ്കിൽ ആ മദ്യപാനം ഒഴിവാക്കുക എന്നുള്ളതാണ്. അപ്പോൾ അതൊരു വലിയ ത്യാഗമല്ലേ. അതായത് സ്ഥിരമായിട്ട് കഴിക്കുന്ന ഒരു വ്യക്തിയെ സംബന്ധിച്ച് അത് ഒഴിവാക്കുമ്പോൾ അത് വലിയൊരു ത്യാഗമാണ്. എന്നിട്ട് പ്രാർത്ഥനയിലും ഉപവാസത്തിലും ഒക്കെ കഴിഞ്ഞുകൂടുക. അതുപോലെ തന്നെ ചിലർക്ക് ഫുഡിനോടായിരിക്കും. അപ്പോൾ ഏത് ഫുഡാണ്, ചിലർക്ക് ബീഫിനോടായിരിക്കും. അപ്പോൾ അതങ്ങ് ഒഴിവാക്കുക. ചിക്കൻ, ബീഫ്, മുട്ട അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളൊക്കെ ഒഴിവാക്കുക. അങ്ങനെയൊക്കെയാണ് ചില ആൾക്കാർക്ക്. അപ്പോൾ അങ്ങനെ ഫുഡിനെ കൺട്രോൾ ചെയ്യുന്നവരുണ്ട്. പിന്നെ ചിലർക്ക് സെക്സിനോടായിരിക്കും ചില ആൾക്കാർക്കൊക്കെ. അപ്പോൾ അതിലും ജീവിതത്തിൽ ഒരു കൺട്രോൾ ചെയ്യുക, അങ്ങനെയൊക്കെ ജീവിക്കുക, പ്രായശ്ചിത്തം ചെയ്യുക, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെയാണ്. പിന്നെ ജീവിതത്തിൽ എപ്പോഴും ഒരു കടിഞ്ഞാണിടി നോമ്പൊക്കെ എന്ന് പറഞ്ഞാൽ അത് നല്ലതാണ്. എന്നെ സംബന്ധിച്ച് ഞാൻ പറയുകയാണ്, ഈ നമ്മുടെ ജീവിതത്തിൽ നമുക്ക് അതൊക്കെ ഒരു നല്ലതാണ്. ഇടയ്ക്കൊക്കെ ഈ നോമ്പും പ്രാർത്ഥനയൊക്കെ ജീവിതത്തിൽ വരുന്നത് നമ്മുടെ ജീവിതത്തിൽ നമുക്ക് ഒരു നല്ല ഒരു ഇത് കിട്ടും. കാരണം ഒന്നാമത്തെ കാര്യം ഈ നോമ്പ് ഒക്കെ എന്ന് പറഞ്ഞാൽ ദഹനങ്ങളും ഒക്കെ നന്നായിട്ട് ഉണ്ടാകാനായിട്ടൊക്കെ ഒരു നല്ല മാർഗ്ഗമാണ്. കാരണം ഈ നോമ്പ് വഴിയൊക്കെ ആകുമ്പോൾ നമ്മുടെ ശരീരത്തിനൊക്കെ അങ്ങനത്തെ ഒരു പ്രക്രിയയും കൂടെ നടക്കും. പ്രത്യേകിച്ച് ഈ ഞാൻ പറയില്ലേ, അത് നോമ്പ് നന്നായിട്ട് എടുക്കുന്ന ഒരു വ്യക്തിയെ സംബന്ധിച്ച് നല്ല ഒരു കൃത്യമായിട്ട് ഫോളോ ചെയ്തു പോകുന്ന ഒരാളൊക്കെ ആണെങ്കിൽ അങ്ങനെയുള്ള ഒരു ഗുണം കൂടിയൊക്കെ കിട്ടും. പിന്നെ എല്ലാവരുടെയും ജീവിതത്തിൽ നന്മകൾ ഉണ്ടാകട്ടെ എന്നാണ് എനിക്കിപ്പോൾ പറയാനുള്ളത്, പ്രാർത്ഥിക്കാനുള്ളത്. ഞാൻ ഈ മഴയൊക്കെ ആയതുകൊണ്ട് എനിക്ക് ഒരു ലിമിറ്റേഷനൊക്കെ ഉണ്ട്. ഇവിടെ ഒതുങ്ങി ഞാൻ ഇങ്ങനെ സ്റ്റാൻഡിൻ്റെ പരിസരത്ത് ഇങ്ങനെ നിൽക്കുകയാണ്. കാരണം എപ്പോഴാണ് എൻ്റെ ഫ്രണ്ട് വരുന്നത് കണ്ടു, അത് കഴിഞ്ഞിട്ട് എനിക്ക് തിരിച്ച് വീട്ടിലേക്ക് പോകണം. അപ്പോൾ അതുകൊണ്ടൊക്കെയാണ് ഞാനും വെയിറ്റ് ചെയ്ത് നിൽക്കുകയാണ്. അപ്പോൾ ഒരു മീറ്റിംഗ് അറ്റൻഡ് ചെയ്യുക, കാര്യങ്ങളൊക്കെ ഒന്ന് സംസാരിക്കുക, പോവുക. വീട്ടിലെ അച്ഛനും അമ്മച്ചിയും തനിച്ചേ ഉള്ളൂ. അപ്പോൾ അവരുടെ കാര്യങ്ങളൊക്കെ നോക്കണം. അപ്പോൾ എൻ്റെ യൂട്യൂബ് ചാനലൊക്കെ സപ്പോർട്ട് ചെയ്യുന്ന എല്ലാവർക്കും നന്ദിയുണ്ട് കേട്ടോ. എൻ്റെ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ എൻ്റെ ചാനൽ ഇപ്പോൾ തന്നെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക കേട്ടോ. എൻ്റെ യൂട്യൂബ് ചാനൽ അറിയാമല്ലോ, സോണിച്ചൻ NK വ്ളോഗ്സ് എന്നാണ് കേട്ടോ. സോണിച്ചൻ NK വ്ളോഗ്സ് എന്നാണ് എൻ്റെ യൂട്യൂബ് ചാനൽ. അപ്പോൾ എൻ്റെ യൂട്യൂബ് ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക കേട്ടോ. എൻ്റെ യൂട്യൂബ് ചാനൽ സോണിച്ചൻ NK വ്ളോഗ്സ് എന്നാണ്. അപ്പോൾ എൻ്റെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. അതുപോലെ എല്ലാ വീഡിയോയും കാണാൻ മറക്കരുത്. എല്ലാത്തിനും ലൈക്കും കമൻറ്റും ഷെയറും ഒക്കെ തരണം. അതുപോലെ മാക്സിമം സപ്പോർട്ട് ചെയ്യുക കേട്ടോ. പിന്നെ അതുപോലെ തന്നെ എൻ്റെ ഞാൻ പറഞ്ഞല്ലോ, ഇൻസ്റ്റാഗ്രാമും ഫേസ്ബുക്കും ഒക്കെ ഒന്ന് ഫോളോയും കൂടെ ചെയ്യുക. അപ്പോൾ ഇതൊക്കെയാണ് എനിക്കിപ്പം പറയാനുള്ളത്. അപ്പോൾ ഇവിടെയൊക്കെ നല്ല തിരക്കൊക്കെയാണ്. കാരണം മഴയൊക്കെ കഴിഞ്ഞിപ്പോൾ ഒന്ന് തെളിഞ്ഞ് ചെറുതായിട്ട് മഴ മാറിയെന്ന് പറയാൻ പറ്റില്ല, ചാറ്റൽ മഴയുണ്ട് കേട്ടോ. ശക്തമായ മഴയൊക്കെ ഒന്ന് മാറിയെന്ന് മാത്രം. അപ്പോൾ ഞാൻ ഫുഡൊന്നും കഴിച്ചിട്ടില്ല. അപ്പോൾ ഫുഡൊക്കെ ഒന്ന് കഴിച്ച് ഒരു കുറച്ച് സമയം ഒന്ന് ചിലവഴിക്കുക, ഇവിടെ കോട്ടയം ചിലവഴിക്കുക, പോവുക. ഓക്കെ, അപ്പോൾ അതാണ്. പിന്നെ വേറെ എന്തൊക്കെയുണ്ട് വിശേഷം? നിങ്ങളുടെ ജീവിതത്തിൽ എല്ലാവരും സുഖമായിട്ടൊക്കെ ഇരിക്കുന്നല്ലോ. ഒരുപാട് പേരുടെ കമൻസ് വരുന്നുണ്ട് കേട്ടോ. ഇത് കഴിഞ്ഞിട്ട് ഞാൻ കണ്ടോളാം. ഇപ്പം ജസ്റ്റ് കാണുന്നുണ്ട്. ഞാൻ സ്റ്റാൻഡിലായതുകൊണ്ട് എനിക്ക് എല്ലാം എടുത്തു പറയാൻ പറ്റുന്നില്ല കേട്ടോ. അതുകൊണ്ടൊക്കെയാണ്. അപ്പോൾ എല്ലാവരുടെയും ഞാൻ രണ്ടാമത് വീണ്ടും ഇത് കാണുന്നുണ്ട്. അപ്പോൾ നമ്മളെ സപ്പോർട്ട് ചെയ്യുന്ന എല്ലാവരോടും എനിക്ക് നന്ദിയും കടപ്പാടും സ്നേഹവും ഒക്കെ ഉണ്ട് കേട്ടോ. പിന്നെ എന്തൊക്കെയുണ്ട്? നിങ്ങളെല്ലാവരും ഹാപ്പിയല്ലേ? തൽക്കാലം നമുക്ക് ഇവിടെ നിർത്താമല്ലേ? മഴയും കാര്യങ്ങളും ഇടിയും മിന്നലും ഒക്കെ ഉണ്ട് കേട്ടോ. അപ്പോൾ ഇവിടെ ഒരല്പം ശാന്തത വന്നെന്ന് മാത്രമേ ഉള്ളൂ. അപ്പോൾ തുടർന്നും എല്ലാവരും സപ്പോർട്ടും സഹകരണവും ഒക്കെ ഞാൻ അങ്ങ് പ്രതീക്ഷിക്കുകയാണ്. ഇപ്പോൾ കുറച്ച് പേര് മെസ്സേജിൽ വിടുന്നുണ്ട്, കുറച്ചുകൂടെ ലൈവ് ഒന്ന് മുന്നോട്ട് വിടുവോ എന്ന് ചോദിക്കുന്നുണ്ട്. അതായത് നിങ്ങളുടെ കാര്യങ്ങളൊക്കെ ഒന്ന് പറയാവോ എന്നൊക്കെ ചോദിക്കുന്നുണ്ട്. അപ്പോൾ എന്നെ ഇഷ്ടപ്പെടുന്ന ആൾക്കാരുടെ ഒരു സപ്പോർട്ടാണ് ഞാൻ നോക്കുന്നത്. അതുകൊണ്ട് അതും അവരെയും കൂടെ നമ്മൾ സ്നേഹത്തിലെടുത്തുകൊണ്ടാണ് ഞാൻ ലൈവ് ഇത്രയും മുന്നോട്ട് കൊണ്ടുപോയിക്കൊണ്ടിരിക്കുന്നത്. കാരണം സ്റ്റാൻഡല്ലേ, അപ്പോൾ ഞാൻ ഇച്ചിരി മാറി നിന്നൊക്കെയാണ് സംസാരിക്കുന്നത്. കാരണം
മറ്റുള്ളവർക്കൊരു ബുദ്ധിമുട്ടുണ്ടാക്കണ്ട. ഞാൻ അങ്ങനെയാണ് ജീവിതത്തിൽ. ഞാൻ ആർക്കും ഒരു ബുദ്ധിമുട്ടും പ്രയാസവും ഒന്നും ഉണ്ടാക്കാൻ ആഗ്രഹിക്കാത്ത ഒരു വ്യക്തിയാണ്. അത് എൻ്റെ ജീവിതത്തിലെല്ലാം അങ്ങനെ തന്നെയാണ് കേട്ടോ. അതായത് ഞാൻ ആർക്കും ഒരു ശല്യം ഉണ്ടാക്കാറില്ല. അതായത് എൻ്റെ ലൈഫിൽ നിങ്ങൾ എന്നെയായിട്ട് അടുത്തിടപെടുന്ന എൻ്റെ സുഹൃത്തുക്കൾക്ക് മനസ്സിലാവും. എനിക്കിഷ്ടപ്പെടുന്ന ആൾക്കാർക്ക് വേണ്ടിയിട്ട്, സുഹൃത്തുക്കൾക്ക് വേണ്ടിയിട്ട്, ബന്ധുക്കൾക്ക് വേണ്ടിയിട്ട് ഒക്കെ ഞാൻ നല്ലപോലെ സപ്പോർട്ട് ചെയ്യും. പിന്നെ എൻ്റെ ജീവിതത്തിലെ ഒരുപാട് ബുദ്ധിമുട്ടും പ്രയാസവും ഒക്കെ വന്നപ്പോൾ ഞാൻ ഒന്ന് പുറകോട്ട് വലിഞ്ഞു നിന്നെന്ന് മാത്രമേ ഉള്ളൂ. പക്ഷേ എല്ലാവരോടും എനിക്ക് സ്നേഹവും അടുപ്പവും നന്ദിയും കടപ്പാടും മാത്രമേ ഉള്ളൂ. എന്നെ ഇഷ്ടപ്പെട്ട എൻ്റെ തകർച്ചയിലും എൻ്റെ വിജയത്തിലും എൻ്റെ ഉയർച്ചയിലും എൻ്റെ എല്ലാ കാര്യത്തിലും കൂടെ നിന്ന ഒരുപാട് പേരുണ്ട്. അവരെയൊന്നും ഞാൻ ഒരിക്കലും മറക്കില്ല കേട്ടോ. ഞാൻ ഇപ്പോഴും പറയുകയാണ്, എൻ്റെ തകർച്ചയിലും എൻ്റെ ഉയർച്ചയിലും എൻ്റെ വിജയത്തിലും എൻ്റെ പരാജയത്തിലും ഒക്കെ എൻ്റെ കൂടെ നിന്ന ആൾക്കാരോട് എനിക്ക് സ്നേഹവും നന്ദിയും കടപ്പാടും മാത്രം. എനിക്ക് അത്രേ പറയാനുള്ളൂ. അതുപോലെ എനിക്ക് ഏറ്റവും കടപ്പാട് എൻ്റെ മാതാപിതാക്കളോടാണ് കേട്ടോ. കാരണം അവർ ഇല്ലായിരുന്നെങ്കിൽ ഇന്ന് ഞാൻ ഒന്നുമല്ലാതായി തീർന്നേനെ. കാരണം അവരുടെ സപ്പോർട്ടും കാര്യങ്ങളൊക്കെ എനിക്ക് വലുതായിരുന്നു. അതുപോലെ എൻ്റെ സുഹൃത്ത്, അപ്പോൾ അദ്ദേഹത്തിൻ്റെയൊക്കെ വലിയ പിന്തുണയും ഒക്കെ എൻ്റെ ലൈഫിൽ ഉണ്ടായിട്ടുണ്ട്. അപ്പോൾ തൽക്കാലം ഞാൻ നിർത്തുകയാണ്. എല്ലാവർക്കും നല്ല ഒരു ശുഭരാത്രി ആശംസിച്ചുകൊണ്ട് നിർത്തുന്നു. നന്ദി, നമസ്കാരം, താങ്ക് യു. എന്ന് നിങ്ങളുടെ സ്വന്തം സോണിച്ചൻ 40 അംഗം.